സിറാജ് പത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫ് KM ബഷീറിൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള കേസിൻ്റെ ട്രയൽ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. 4th അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ആ വിചാരണ നടക്കുന്നത്. ഏകപ്രതിയായ വെങ്കട്ടരാമൻ കോടതിയിലുണ്ട്. സാക്ഷി വിസ്താരം നടക്കുകയാണ്. ഇന്ന് സുപ്രധാനമായ 2 സാക്ഷികളുടെ മൊഴിയാണ് 4th അഡീഷണൽ സെഷൻസ് കോടതി രേഖപ്പെടുത്തിയത്. അവിടുത്തെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ BS രാജേഷാണ് കോടതിയിലെ പ്രോസിക്യൂഷൻ ഭാഗം ഹാജരായത്. സംഭവം കഴിഞ്ഞ് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ തൻ്റെ സുഹൃത്ത് ഡോക്ടർ അദ്ദേഹത്തിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ രക്തം പറ്റിയ ഷർട്ടും ജീൻസും അദ്ദേഹത്തിൻ്റെ മുറിയിലേക്ക് മാറ്റിയെന്ന് ഡോക്ടർ ഇന്ന് കോടതിയിൽ മൊഴി കൊടുത്തു. സുപ്രധാനമായ ഒരു മൊഴിയാണത്. ആ സംഭവ സ്ഥലത്ത് താൻ ഉണ്ട് എന്നുള്ള കൃത്യമാണത്. ആ ജീൻസിലെ പറ്റിയ ഷർട്ടിലും പറ്റിയ ബ്ലഡ് മതി, അതിൻ്റെ ഗ്രൂപ്പ് അറിയാം. അതുപോലെ DNA അതിനകത്ത് പോലീസ് ചെയ്തിട്ടുണ്ടാവണം. ഏതായാലും ഈ സാക്ഷി ഡോക്ടർ അനീഷ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് അദ്ദേഹം മെഡിക്കൽ കോളേജിൽ വന്നെന്നും അദ്ദേഹത്തിൻ്റെ രക്തം പറ്റിയ തുണികൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് IAS ക്വാർട്ടേഴ്സിലേക്ക് മാറ്റിയെന്നും പറഞ്ഞു. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ താമസിച്ചുകൊണ്ടിരുന്ന അമരീന്ദർ സിംഗ് കോടതിയിൽ സത്യം തുറന്നു പറഞ്ഞു. പോലീസ് വന്നപ്പോൾ താനാണ് രക്തം പറ്റിയ ജീൻസും അതോടൊപ്പം അദ്ദേഹത്തിന് ധരിച്ചിരുന്ന ഷർട്ടും എടുത്തു കൊടുത്തത് എന്ന് അദ്ദേഹത്തോടെ മൊഴി പറഞ്ഞു. അപ്പോൾ 2 പേരുടെയും മൊഴികൾ വളരെ റിലയബിളാണ്, നല്ല കോമ്പിറ്റൻ്റ് വിറ്റ്നസ്സാണ്. ഏതായാലും വെങ്കട്ടരാമനെതിരായിട്ട് ഈ മൊഴി വളരെയധികം ആശ്വാസം നൽകുന്നതാണ്. കാരണം ശ്രീരാമൻ്റെ എതിരായി നേരത്തെ ഒരു സാക്ഷി ഓസ്ട്രേലിയാവുകയുണ്ടായി. ഇപ്പോൾ കൃത്യസമയത്ത് അപകടം ഉണ്ടായ സമയത്ത് ഇദ്ദേഹം ധരിച്ചിരുന്ന ആ ഡ്രസ്സുകൾ, രക്തം പറ്റിയ ഡ്രസ്സുകൾ KM ബഷീറിൻ്റെ രക്തമാണ് പറ്റിയിരുന്നത്. ഇദ്ദേഹത്തിന് അപകട സമയത്ത് ഇദ്ദേഹം വന്ന് ഇടിച്ച് അദ്ദേഹത്തിന് ചില പരിക്കുകളുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്ത് തീർച്ചയായിട്ടും ബഷീറിൻ്റെ ബ്ലഡ് പതിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ എന്തായാലും കൃത്യസ്ഥലത്ത് അദ്ദേഹം ഉണ്ടായിരുന്നുവെന്ന് ഈ എവിഡൻസ് കൊണ്ട് തെളിയുന്നുണ്ട്. രണ്ടാമത് ഈ ബ്ലഡ് ഇദ്ദേഹത്തിന് പരിക്കേറ്റ ആ ബ്ലഡ് ആ പരിക്കേറ്റ സമയത്ത് ഒഴുകിയ ബ്ലഡാണോ അത് മറ്റേയാളെ സഹായിക്കാനായിട്ട് അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റി കിടക്കുന്നിടത്ത് അദ്ദേഹത്തിനെ ചിലപ്പം ഇദ്ദേഹം സഹായിക്കാനായിട്ട് ചിലപ്പം എടുത്തിരിക്കാം. രണ്ട് കാര്യമായാലും ശരി പോലീസ് അത് കണ്ടെത്തിയിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. കോടതിയിൽ ഇദ്ദേഹം ആ സ്പോട്ടിൽ വന്നില്ല എന്നൊരു നേരത്തെ ഒരു വാദഗതികൾ പറയുന്നതൊക്കെ കേട്ടു. പക്ഷേ ഇപ്പോഴേ ഇദ്ദേഹത്തിൻ്റെ ഷർട്ടിൽ ബ്ലഡ് കണ്ടെത്തിയ സ്ഥിതിക്ക് സ്പോട്ടിലുണ്ടായിരുന്നു എന്നുള്ളതിന് കൃത്യമായ എവിഡൻസാണ്. അത് തന്നെയല്ല, ഈ രക്തം പറ്റിയ പാൻറ്, ജീൻസും ഷർട്ടും തന്നെയാണോ അന്ന് എടുത്തു കൊടുത്തതെന്നുള്ള ചോദ്യത്തിന് അതേപ്പറ്റി അത്ര നല്ല നിശ്ചയത്തോടുകൂടി അവർ മൊഴി കൊടുത്തിട്ടില്ല. അത് തന്നെയാണോ എന്ന് പറയാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് മൊഴി കൊടുത്തത്. എന്തായാലും ആ ഭാഗത്ത് ചില വിശ്വാസക്കുറവ് പോലെ അവരുടെ മൊഴിയിൽ തോന്നിയെങ്കിലും ആ രക്തം പറ്റിയത് ഇദ്ദേഹത്തിൻ്റെ ആക്സിഡൻറ്റ് സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ദേഹത്തു നിന്നാകാം, അതുമല്ലെങ്കിൽ കൊല്ലപ്പെട്ട ബഷീറിൻ്റെ ആകാം. അത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ തോന്നുന്നത്. എന്തായാലും സുപ്രധാനമായ ഒരു സാക്ഷി മൊഴിയാണ് ഈ 2 പേരിൽ നിന്ന് വന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആ ബ്ലഡ് എന്താണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ടാവും, ആരുടെയാണെന്നും മറ്റേ 2 പേരും കൂടെ ആണോ ഇല്ലയോ എന്ന് ഫോറൻസിക് പരിശോധനയിൽ തീർച്ചയായിട്ടും കോടതിയിൽ ആ വിവരങ്ങളിൽ എത്തിയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. എന്തായാലും കേസിൻ്റെ ഇപ്പോഴത്തെ നീക്കം അത് പ്രോസിക്യൂഷന് വളരെ ഫേവറബിളായിട്ട് നീങ്ങുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്.